നമ്മുടെ തക്കുടി രാവിലെ തന്നെ വന്ന് വിളിക്കുന്നത് പെരുമഴയും കൊണ്ടിട്ടാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഇതുപോലെ മഴ നനഞ്ഞിട്ട് പോണ സമയത്ത് എനിക്കറിയാം പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവളുടെ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ മഴയായിട്ട് കണ്ടിട്ട് ഞാൻ പിടിച്ചിട്ടായിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ തന്നെ എന്നെ വന്ന് വിളിക്കുമായിരുന്നു കേട്ടോ. ബാക്കിൽ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മഴയൊക്കെ കാരണം കുട്ടികൾക്ക് ലീവാണ്. അപ്പോൾ എന്തായാലും ബാക്കിൽ വാതിൽ തുറക്കലും എല്ലാം സ്ലോ ആയപ്പോൾ എന്തായി ആൾ വന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വിളിച്ച് വീട്ടിനകത്തേക്ക് കയറ്റി നോക്കുമ്പോൾ നല്ല മഴയൊക്കെ നനഞ്ഞ് ഫുള്ള് നനഞ്ഞ് തണുത്തിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. ആദ്യം തിന്നാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ ഇട്ട ഷോളായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ പൊതിഞ്ഞു പിടിച്ചു. പിന്നെ ഞാനും തക്കടും കൂടിയിട്ട് കടയിൽ പോയി, ഞങ്ങളുടെ കടയിലൊക്കെ പോയി ഞങ്ങളെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ തിന്നാൻ സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് അങ്ങനെ വന്ന് വീട്ടിലേക്ക് വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കൽ. ആൾക്ക് പോകാൻ വേണ്ടി കിടന്ന് പെടയുന്നുണ്ട്, പക്ഷെ വിട്ടിട്ട് കാര്യമില്ല, തണുത്ത് വിറച്ചിട്ട് നിൽക്കുകയാണ്. ഇനിയും പോയിട്ട് മഴ നനയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. കുട്ടികളെ പൊതിഞ്ഞു പിടിക്കുന്ന പോലെയാണ് ഷാൾ ഇട്ടിട്ട് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്. തല മാത്രം കാണുന്നുള്ളൂ. ഞങ്ങളുടെ ഈ പരിപാടികളൊക്കെ സ്ഥിരം ഞങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ കൂടെ പക്ഷെ വീഡിയോ എടുക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. കുട്ടികളുടെ സ്കൂളിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലത്തെ ഈ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ കഴിയില്ല. പക്ഷെ അപ്പോൾ ഇന്ന് എന്തായാലും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് മക്കൾ നല്ല ഉറക്കമാണ്. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ പണി, ഞങ്ങൾ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളത് എടുക്കുകയാണ്. ഇപ്പോഴും തക്കുടുത് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, പോയിട്ടില്ല. ആൾ കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. തണുപ്പൊക്കെ മാറി ഇത്രയും ചൂട് കൊടുത്തപ്പോൾ എന്തായി സൂപ്പറായിട്ട് ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടി ഒളിപ്പിച്ച് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ തക്കുടു എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും എത്ര വലുതായാലും ഇനി എൻ്റെ കുട്ടി തന്നെയായിരിക്കാം. ഇനി എത്ര ദിവസം ഇങ്ങനെ എനിക്ക് പിടിക്കാൻ കിട്ടുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ തക്കുടുവിനെ ഒരിക്കലും ഞാൻ കളിയാക്കില്ല കേട്ടോ. ഒരാൾ കമൻറ്റിലിട്ടുണ്ടായിരുന്നു ചുണ്ട് കറുപ്പാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ബോഡി ഷേമിങ് ചെയ്തു തക്കുടുവിനെ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കുട്ടി എത്രത്തോളം വലുതായി എന്നാണ് ഞാൻ അതിൽ കൂടെ പറഞ്ഞത്. എൻ്റെ കുട്ടീൻ്റെ എന്നെ കയ്യിൽ കിട്ടുന്ന സമയത്തുള്ള തക്കുടുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അവളുടെ ചുണ്ട് ചുവന്ന നിറമാണ്. ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു, നിങ്ങളൊന്ന് തക്കുടുവിന് ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിരിക്കുകയാണോ എന്ന്. അതെ, കുഞ്ഞിലെ എല്ലാ കാക്കക്കുട്ടികളും ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് നടക്കുന്നത്. എന്തായാലും തക്കുടു മാത്രമല്ല കേട്ടോ. അപ്പോൾ തക്കുടുവിനെ ഈ കറുപ്പ് നിറം എന്ന് പറയാൻ കാരണം എൻ്റെ കുട്ടി എത്രയും വലുതായി എന്നുള്ളതാണ് അതിനർത്ഥം പറഞ്ഞത്. പക്ഷെ എന്താണ് ചുണ്ട് പൊട്ടിയത് കാരണം അവളുടെ നാക്ക് ഇങ്ങനെ ഇതാക്കുമ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു സങ്കടമാണ്. എങ്കിലും അത് വളരുന്നു കൂടി ഒരു കമൻറ്റിൽ കൂടെ കണ്ടപ്പോൾ മനസ്സിനൊരു ആശ്വാസം. ഇത്രത്തോളം എനിക്ക് തക്കുടുവിനെ അത്രത്തോളം ഇഷ്ടമാണ്, എത്രത്തോളം പിരിയാൻ വേദനയാണ്. എന്നാലും അവർ സ്വതന്ത്രമായി പറന്ന് നടക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും പിടിച്ചു വെക്കാൻ പാടില്ല എന്നുള്ള നല്ല ബോധമുള്ളത് കൊണ്ട് വിട്ടുകൊടുക്കുന്നു.